ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മക്രോണി പൊളയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആയിരിക്കും ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 അല്ലെങ്കിൽ 3 പച്ചമുളക് അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിയില ഒന്ന് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ അങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പിച്ചി എടുത്തിട്ടില്ല കേട്ടോ. മിക്സിയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് ഇങ്ങനെ പിച്ചി എടുക്കുമ്പോഴാട്ടോ ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റോളം ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആ ഒരു മസാലയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മക്രോണിയാണ്. മക്രോണി പോളല്ലേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 2 കപ്പോളം മക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 90% ഞാൻ അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഇത് കുക്കാക്കി എടുക്കാൻ പാടില്ല. ഇനിയും ഇതൊന്നും കൂടെ വേവാനുള്ളതല്ലേ. അപ്പോൾ അത് നമുക്ക് 2 കപ്പോളം വേണം. പിന്നെ വേണ്ടത് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കണ്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. 250 ml കപ്പിന് 1/2 കപ്പോളം പാലാട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം മാത്രം എടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. മുട്ട ആയതുകൊണ്ട് തന്നെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളേ. പിന്നെ അതിലേക്ക് ആ ഒരു മക്രോണിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഞാനിതാ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഹൈറ്റുള്ള പാൻ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. അധികം റൗണ്ട് ഉള്ളതും വെച്ച് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അധികം ഹൈറ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു കുഴിയുള്ള ടൈപ്പിൽ വല്ലാണ്ടങ്ങ് റൗണ്ട് ഇല്ലാത്ത ടൈപ്പ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അത് താഴെ ഭാഗത്ത് കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണിൻ്റെ മിക്സ് മൊത്തമായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരേപോലെ ആക്കി എടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ടീസ്പൂണോളം മല്ലിയില അതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം.
അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കും ഞാൻ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി നമുക്കിത് അടിച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനൊരു 20 മിനിറ്റോളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് ഇങ്ങനെ ചൂട് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു പാൻ വെച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ സിമ്മിലായി കിടക്കും, നല്ല ഫ്ലെയിം കുറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണേ. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് നോക്കുക എന്തെങ്കിലും സ്റ്റിക്കായി വരുന്നുണ്ടോ എന്നുള്ളത്. കണ്ടില്ല, ഇതിലൊന്നും ഒട്ടിയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്നങ്ങ് കമഴ്ത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് അത് അടർന്നു പോരും കേട്ടോ അതിൽ നിന്ന്. 1-2 മിനിറ്റോളം സിമ്മിൽ തന്നെ വെച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റോളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് ഇതിലേക്ക് അങ്ങ് കമഴ്ത്തിയിട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പൊരിച്ചക്കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അത്രയ്ക്കൊന്നും എണ്ണ ഒന്നുമില്ല, കുറഞ്ഞ അളവിലേ നമ്മളിതിൽ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.